2 വർഷം ആകുമ്പോഴും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ചില നിർബന്ധിതമായി ലഭിക്കേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങൾ ലഭിച്ചില്ല എന്നുള്ള നിങ്ങളുടെ പരാതി വളരെ ഗൗരവമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നേരത്തെ ഗവൺമെൻറ് തുടങ്ങി വെച്ച കാര്യങ്ങളുണ്ട്, അതിൽ സ്റ്റെപ്സ് എടുക്കാത്തതുണ്ട്. പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 3 തവണ ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിരുന്നു, മീറ്റിംഗ് കൂടിയിരുന്നു, കുറേ സ്റ്റെപ്സ് എടുത്തിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങളിപ്പം മൈക്രോ പ്ലാൻ്റെ ഇഷ്യൂ ആണ് നിങ്ങൾ സംസാരിച്ചത്. മൈക്രോ പ്ലാൻ മാത്രമല്ല, പെൻഡിംഗ് ഉള്ള ഇഷ്യൂസ് പ്രധാനമായി ചർച്ച ചെയ്യാൻ നാളെ 6 മണിക്ക് മന്ത്രിതല ഉപസമിതിയുടെ മീറ്റിംഗ് ഇന്നലെ ഞങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പോൾ 6 മണി ബഹുമാന്യനായ റവന്യൂ മന്ത്രിയും അതുപോലെ തദ്ദേശ സ്വയംഭരണ മന്ത്രി ശ്രീ ഷാജിയും ഞാനും കൂടെ ഇരിക്കും. അതിൻ്റെ കൂടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പം മൈക്രോ പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രശ്നം ഒന്ന് 290 ആളുകൾക്ക് 4.14 കോടി രൂപ ഓൾറെഡി വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലാണ് വിതരണം ചെയ്തത്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള തുകകളായതുകൊണ്ട് ഒരു ഏകീകരണം വേണം എന്നുള്ള പരാതി ദുരന്തബാധിതരായ ആളുകളുടെ ഇടയിൽ നിന്ന് റേസ് ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് 2 ലക്ഷം രൂപ ഒരുപോലെ ഒരേ രീതിയിൽ കൊടുക്കാം എന്ന് തീരുമാനമെടുത്തത്. അപ്പോൾ ആ 2 ലക്ഷം രൂപ പൂർണ്ണതയിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഞാൻ ഓൾറെഡി കളക്ടറുമായിട്ടും അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നാളത്തെ അടിയന്തര മീറ്റിംഗ് വിളിച്ചതിലേക്കുള്ള ഒരു സബ്ജക്റ്റ് ഇതാണ്. ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുള്ള തീരുമാനമെടുത്ത സബ്ജക്റ്റാണ്. അതിൽ വെച്ചുകൊണ്ട് എല്ലാ നടപടികളും പൂർത്തീകരിക്കും. ടെൻഷനാവേണ്ട. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഈ ഫണ്ട് കിട്ടാനുള്ള 2 ലക്ഷം രൂപ വെച്ച് കിട്ടാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒന്ന് അതാണ്. രണ്ടാമത്തെ കാര്യം, നാളത്തെ മീറ്റിങ്ങിലുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ലോണുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. ലോണുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്ത് നിലവിൽ ഫേസ് 1, ഫേസ് 2A, ഫേസ് 2B ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ലോണിൻ്റെ പ്രോസസ്സിങ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അദാലത്ത് പോലെ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും ആ കാര്യങ്ങളെ സംബന്ധിച്ച തീരുമാനവും നാളത്തെ മീറ്റിങ്ങിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗോൾഡ് ലോൺ പണം ബാങ്കിലെത്തിയതിന് ശേഷം ഗോൾഡ് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞു. ആ പരാതി നാളെ കലക്ടറോട് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ ബാങ്ക്സുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം നാളെ കലക്ടറോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ മീറ്റിങ്ങിൽ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കംപ്ലീറ്റ് എഴുതി തയ്യാറാക്കി അത് ഗവൺമെൻറ്റിനെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളത്തെ മീറ്റിങ്ങിൽ അതും ചർച്ച ചെയ്യും. പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളൂടെയുണ്ട്. ആ കാര്യങ്ങളും നാളത്തെ മീറ്റിങ്ങിൽ ചർച്ച ചെയ്യും. നിങ്ങൾ ഉയർത്തിയിട്ടുള്ളതായ ഈ പ്രശ്നത്തെ ഗൗരവത്തിലെടുക്കുകയാണ്. ദുരന്തബാധിതരായ ആളുകൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഡിലേ ഇല്ലാതെ, കാലതാമസം ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണം എന്നുള്ള നിങ്ങളുടെ ആവശ്യത്തെ വലിയ ഉത്തരവാദിത്തത്തോടു കൂടി എടുക്കുകയാണ്. അതിൽ ഒരു വിഷമവും വേണ്ട. ഗൗരവത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഒരാഴ്ച മാക്സിമം സമയമാണ്. അതിനിടയിൽ മൈക്രോ പ്ലാൻ എന്താണെന്നുള്ളത് നിങ്ങൾ ജില്ലാ ഓഫീസർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അതൊക്കെ അതിൻ്റെ മുമ്പ് പൂർത്തിയാക്കണം എന്നുള്ളത് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്. വാട്ട് എവർ ബി ദ പ്ലാൻ 2 ലക്ഷം രൂപ വെച്ച് എല്ലാ ആളുകൾക്കും കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ച് 2 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കാനുള്ള നടപടിയെടുക്കുക കേട്ടോ. അതിൽ നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, നേരത്തെ മൈക്രോ പ്ലാൻ തയ്യാറാക്കിയപ്പോൾ ഓരോ ആളുകളും അവരുടേതായിരിക്കുന്ന പ്ലാൻ നടത്തി. ആ പ്ലാൻ കൊടുത്തു. ചിലർ 10,000 രൂപയുടെ പ്ലാനാണ്, ചിലത് 35,000 ആണ്, ചിലർ 1.5 ലക്ഷത്തിൻ്റെയാണ്. ആ പ്ലാനിനനുസരിച്ച് കാശ് കൊടുത്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനിടയിൽ നിന്ന് ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ അതിലൊരു ചില പ്രയാസങ്ങൾ പരിഭവങ്ങൾ ഒക്കെ വന്നു. അപ്പോൾ ചിലർക്ക് കുറവും ചിലർക്ക് കൂടുതലും. അപ്പോൾ പ്ലാൻ നല്ലപോലെ തയ്യാറാക്കാൻ പറ്റിയ ആളുകളുണ്ടാവും, അത്തരം ഗ്രാഹ്യമില്ലാത്ത ആളുകളുണ്ടാവും. അങ്ങനെ ചില പ്രശ്നങ്ങൾ പറ്റി. അപ്പോൾ യൂണിഫോമായിട്ട് 2 ലക്ഷം രൂപ ഒരു പ്ലാനിങ് അടിസ്ഥാനത്തിൽ കൊടുക്കാനുള്ള നടപടിയാണ് സർക്കാർ തലത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് എല്ലാവർക്കും. അപ്പോൾ അത് നാളത്തെ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയിൽ വെച്ച് ആ കാര്യം തീരുമാനിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള അടിയന്തര നിർദ്ദേശം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നാളെ അതിൻ്റെ മുഴുവൻ രൂപവും ഉണ്ടാക്കും. ഫേസ് 1, ഫേസ് 2A, ഫേസ് 2B ഉൾപ്പെടെ എല്ലാം ദുരന്തബാധിതരായ മുഴുവൻ ആളുകളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ് ഇത്. ഇതിന് ടോട്ടൽ വേണ്ടി വരുന്ന തുക 9 കോടി രൂപയാണ്.
4.14 CR ഓൾറെഡി അതിൻ്റെ ഭാഗമായി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തുകയാണ് ഗവൺമെൻറ് കൊടുക്കേണ്ടത്. അതിന് ഗവൺമെൻറ് തീരുമാനമെടുത്ത് അതിൽ ഉത്തരവിറക്കി കാശ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള നടപടിയെടുക്കും കേട്ടോ. ഓക്കെ, അഭിവാദ്യങ്ങൾ സിദ്ദിഖ് സാറിന് അഭിവാദ്യങ്ങൾ.